ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ഇനി വീഡിയോസ് ഇടാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുറേ സംഭവം ചെയ്ത് തീർക്കാൻ വേണ്ടിയുണ്ട്. പ്രൊജക്റ്റ് അങ്ങനത്തെ കുറേ സംഭവം ഏതോ കമ്പനിയിലൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഇത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അങ്ങനത്തെ പരിപാടിയുണ്ട്. ഗൈസ്, ഒന്ന് കുറച്ചധികം പരിപാടീസ് ഉണ്ട്. അപ്പം എന്നാണ് നമ്മൾ ബ്ലോഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ എന്താണ് നമുക്ക് എക്സാമൊക്കെ തീർന്ന്. അപ്പോൾ നിങ്ങളുടെ എക്സാം തീർന്നാണ് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താണ് ഈ ഡേറ്റ് ഇവിടെ കറണ്ട് പോകണ കുറച്ച് കൂടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു ദിവസം രാത്രി കറണ്ട് പോയി. ആ എക്സാമിൻ്റെ ഇടയിൽ തന്നെ കറണ്ട് പോയി. പിന്നെ എന്താ കറണ്ട് വന്നപ്പോൾ എനിക്ക് വോൾട്ടേജും ഇല്ല, ഉടുക്കറ ചോവും, അന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ട്രാൻസ്ഫോമർ ഉണ്ട്, രാത്രി നന്നാക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന നേരത്തും വന്നിട്ടുണ്ടായില്ല. അത് ഉച്ചയ്ക്ക് എന്തെങ്കിലും ശരിയായിരുന്നു അറിഞ്ഞാൽ ഗൈസ് എന്താണ് അന്ന് ചോഗ് വരുന്നത്. നിങ്ങളുടെ അവിടെ എങ്ങനെ ഉണ്ടെന്ന് എന്താണ് ഇങ്ങനെയൊക്കെ തന്നെയാണോ? കറണ്ട് ഇടക്ക് പോകാറുണ്ടോ? ഇവിടെ മാത്രമാണ് ഇങ്ങനെ? ഇവിടെ ഇടയ്ക്ക് ഷോ പിടിക്കാറുണ്ട്. പിന്നെ എന്താ നമ്മളിപ്പോൾ എന്താണ് വെറുതെ പുറത്തൊക്കെ ഇറങ്ങുന്നു ഇങ്ങനെ സമയം കളഞ്ഞ് കറണ്ട് പോയപ്പോൾ. ഗൈസ്, ഐ ഹോപ്പ് എന്താണ് ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് കുറച്ച് പണിയല്ലേ ഇന്ന് ചെയ്യുന്നത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ എന്താണ് സൈക്കിള് ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഒരു കാര്യം ഇത് വേണ്ട, കാറ്റില്ല കാറ്റല്ല, പഞ്ചറാണ്. ഞാൻ കാറ്റില്ല എന്ന് ഓർത്താൽ 2 പ്രാവശ്യം കാറ്റടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ പഞ്ചറാണെന്ന്. ആണെങ്കിൽ കറക്റ്റ് സൗണ്ടും ഉണ്ടായി പഞ്ചറായതിൻ്റെ. നോക്ക് ഗൈസ്, വെറുതെ നിൽക്കുമ്പോൾ തന്നെ കണ്ട കാറ്റില്ല. ഗിയർ വലിയ സീനില്ല. എൻ്റെ ബെല്ലാരും അടിച്ചോട്ടെ. കഴിഞ്ഞ വർഷം കരോളിൽ പോയപ്പോൾ സൈക്കിൾ അടിച്ച ബെല്ലിൻ്റെ മോൾ ഭാഗം മാത്രം അടിച്ചുകൊണ്ട് പോയി. ആരാന്നറിയില്ല. പിന്നെ നമുക്ക് ബ്രേക്ക് ഇല്ല, ഒട്ടുമില്ല. ഞാൻ പറയാം, ഇപ്പം ഞാൻ ഫുൾ ബ്രേക്ക് പിടിച്ച് എന്നിട്ട് ഇത് മുമ്പിലേക്ക് ഉന്തിയാൽ സാധനം അനങ്ങും. എന്നുവെച്ചാൽ അവിടെ ബ്രേക്കിൻ്റെ കട്ട ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റൂല. കട്ടയുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും, പക്ഷേ പിടിച്ചാൽ കിട്ടില്ല, ഒട്ടും ബ്രേക്കില്ല. അപ്പം അതും കൂടെ നമുക്കിന്ന് മാറ്റണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക്. അത് എന്താണ് വെച്ചാൽ അപ്പം ഇന്ന് മുടി വെട്ടില്ലെങ്കിൽ നാളെ മറ്റന്നാളിലേക്ക് മുടി വെട്ടണം. താടി വളർത്തണം. വളർത്താന്ന് വെച്ചാൽ അധികം ഒന്നും വരില്ല, എന്നാലും സ്കൂളിൽ വെക്കാൻ പറ്റൂല ഗൈസ്. അപ്പം ഇപ്പം വെട്ടണോ അല്ലെങ്കിൽ ഇപ്പം സ്കൂളില്ല, വെട്ടേണ്ട ആവശ്യമില്ല, എന്നാലും വെട്ടണ്ടേന്ന് ആലോചിച്ചിരിക്കണം. പഠിച്ചു പറയും ഗൈസ്. അപ്പം എന്താണെന്നൊക്കെ അറിയാൻ പറ്റുക. ആ സമയത്ത് നമുക്ക് എന്തോന്നും അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. മുടി എന്തായാലും വെട്ടും. അത് ഗൈസ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വെട്ടണം. ഇന്ന് നമുക്ക് സൈക്കിൾ നന്നാക്കാനുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകും. പിന്നെ വൈകുന്നേരം സൈക്കിൾ നന്നാക്കാനാണ്, സൈക്കിൾ ഓടിക്കാൻ പോകാൻ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ജിമ്മിൽ പോകണം കഴിച്ചത്. നമ്മൾ എക്സാമായിട്ട് കുറേ ആളൊരു ജിമ്മിൽ പോയിട്ടില്ല. ഞാൻ പറയാം, ഒന്നര ആഴ്ചയോളം എക്സാമായിട്ട് ജിമ്മിൽ പോയിട്ടില്ല. അടുപ്പിച്ചടുപ്പിച്ച് എക്സാം ആയതുകൊണ്ട് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഏപ്രിലോട്ട് ഇനി ജിമ്മിൽ പോകണം മര്യാദയ്ക്ക്. കഴിച്ച് അപ്പോൾ ഇന്ന് ജിമ്മിൽ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ആഴ്ചയിൽ ഇന്നും പോകും, നാളെയും പോകും. നാളെ ശനിയാഴ്ച ലെഗ് അടിക്കാൻ ആലോചിച്ചിരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് ഒന്നെങ്കിൽ ചെസ്റ്റ് റൈസോ അല്ലെങ്കിൽ ബാക്കും ബൈസ് അടിക്കാനാണ് വിചാരിച്ചിരിക്കുന്നു. സോ ഐ ഹോപ്പ് ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഗൈസ്, അപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നോട്ട് എ പ്ലാൻഡ് വീഡിയോ. ഇടക്കിടക്കുള്ള പല സീനുകളായിരിക്കും വരാൻ പോണത്. ഗൈസ്, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യണം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോഴത്തെ കറണ്ട് പിന്നെയും പോയിട്ടുണ്ട്. 1 മണിക്കൂർ പോയിട്ട് വന്നു, 1 മണിക്കൂർ പോയിട്ട് വന്നു. ഇവിടെ എന്താണെന്ന് അറിയില്ല. ഈ ഇടയായിട്ട് ട്രാൻസ്ഫോമർ ഇടക്കിടെ കംപ്ലൈൻറ്റും വിളിച്ചാലാണെങ്കിൽ കേസിക്കാരെ എടുക്കുകയില്ല. അവർക്ക് തിരക്കുള്ളതുകൊണ്ടായിരിക്കണം. ഗൈസ്, അപ്പോൾ ഇപ്പം വെയിലൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ സൈക്കിൾ നന്നാക്കാൻ പോകാനാണ്. സൈക്കിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പം ഇനി കപ്പേള വരെ പോകണം നമുക്ക് സൈക്കിൾ നന്നാക്കാൻ വേണ്ടി. അപ്പം ഇനി അവിടെ വരെ ഒറ്റ പോകണ ഷോകളിൽ ഇത് ഉന്തിക്കൊണ്ടുപോകണം, ചവിട്ടാൻ പറ്റില്ല, പഞ്ചറായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൻഷലിനെ വീട്ടിൽ പോയി വിളിച്ചിട്ട് എന്താണ് അവനെയും കൊണ്ട് പോവാം. ആകുമ്പോൾ അവിടം വരെ ഒറ്റക്ക് പോകണ്ട. പിന്നെ നമ്മൾ നേരെ ഞങ്ങാട്ട പോകാൻ പോകണം. ഗൈസ്, ഇപ്പം എനിക്ക് വെയിൽ ഞാൻ പറയാം ഇപ്പം 3:30 ആയിട്ടുള്ളൂ. പക്ഷേ വെയിലൊട്ടും ഇല്ല. ഐ തിങ്ക് നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം മഴ പെയ്യുന്നുണ്ട്, പക്ഷേ വൈകുന്നേരം ഒരു അരമണിക്കൂറൊക്കെയാണ് മഴ പെയ്യണം. കുറച്ച് നേരം പെയ്തപ്പോൾ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ പെയ്തിട്ട് അപ്പം തന്നെ നിൽക്കും മഴയൊക്കെ. പണ്ടത്തോളം മര്യാദക്കൊന്നും പെയ്യണില്ല. പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കിട്ടിയാണ്. ഇതിപ്പോൾ വെള്ള ചൂടൊന്ന് കൂടും മഴ പെയ്തിറങ്ങുമ്പോൾ. ഞാനിപ്പോൾ നടക്കാം. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. പിന്നെ എന്താണ് ചോദിച്ചാൽ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഇല്ലാന്ന്. പിന്നെ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ജിമ്മിൽ പോകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൈക്കിളൊന്ന് നന്നാക്കി എടുക്കണം, ബ്രേക്കൊക്കെ വെക്കണം. അപ്പം നമുക്കൊന്ന് കഴിഞ്ഞാൽ അവിടം വരെ പോവാം. എനിക്ക് റിമോട്ട് കാർ വേണോ? എനിക്ക് മറ്റേ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഓടിക്കൂലടാ, അത് വേണോ? എന്ത് വണ്ടി വേണോ? ഗൈസ്, അപ്പോൾ അതേ നമ്മൾ സൈക്കിളൊക്കെ നന്നാക്കി കിട്ടിയിട്ടുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല, സീനൊന്നും ഇല്ലായിരുന്നു. പഞ്ചറൊട്ടിച്ച് ബ്രേക്ക് വേണം. അവിടുത്തെ ബ്രേക്ക് ഈ സൈക്കിളിനൊക്കെ ടൈപ്പ് ബ്രേക്കിൻ്റെ കട്ട അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇനി വേറെ
കട്ട തപ്പി പോകണം. അപ്പം എന്താ വേറെ കട തപ്പി പോകണം കട്ട വെക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ പിടിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് നമ്മൾ ഇപ്പോൾ അടുത്ത ചായക്കൊച്ച ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി ചായ പിടിക്കാമെന്ന് ഓർത്ത് നാൻസിൽ പോകുന്നു. നാൻസിലേ നോക്ക് കമ്മൺ. ആ കുടിച്ചോ. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ചായ കുടിച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ സൈഡിലൂടെ പോയുടെ അവിടെ നോക്കിയ കഴിച്ച ഒരു കരിമീനല്ലേ, കരിമീൻ എന്താണ് ചത്ത പോലെ കിടക്കണതാണ്. ഇപ്പം താന്നാന്ന് പോണാണ്. നേരത്തെ മുകളിൽ നിന്ന് കിടക്കണായിരുന്നു. ചത്തരാണോ ഇല്ലെങ്കിൽ ജീവനുണ്ടെന്ന് തോന്നാൻ എങ്ങനെ ഉണ്ട് എന്താണെന്ന് അറിയില്ല. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഞാൻ കുറച്ച് കാണിച്ചു തരാം. അല്ല ചങ്ങാട്ടാണ് കുറച്ച് ഗ്രീനറിയാണ്. മരമൊക്കെ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്ന വൈബാണ്. സോ ഗൈസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയി വന്നിട്ട് അത്യാവശ്യം സമയം വെക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ സൈക്കിൾ നന്നാക്കി നേരെ ചായ കുടിക്കാൻ പോയി ഗൈസ്. അപ്പോൾ നന്നാക്കിയപ്പോൾ കുഴപ്പമില്ലാതെ ചായ കുടി തിരിച്ചു വന്നവർക്ക് സൈക്കിൾ പിന്നെയും പഞ്ചറായി ഗൈസ്. എന്നിട്ട് രണ്ടാമത് കയറ്റിയത് പിന്നെ നന്നാക്കി തിരിച്ചിറങ്ങി വീടിൻ്റെ അവിടെ എത്തിയാൽ പഞ്ചറായി. പിന്നെ പഞ്ചസാര വാങ്ങാൻ പോയി. പഞ്ചറായിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇതുണ്ടോ സൈക്കിള് നൈസായിട്ട് പഞ്ചറായി. പിന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ട്യൂബിൻ്റെ പ്രശ്നമാണ്. പിന്നെ പുതിയ ട്യൂബ് വാങ്ങിയിടണം. ഇപ്പം ഞാൻ 2 പ്രാവശ്യം പഞ്ചർ ഒട്ടിച്ച് വെറുതെ പൈസ കൊണ്ടേ കളഞ്ഞാൽ ആദ്യത്തെ ഇത് നമ്മൾ പുതിയ ട്യൂബ് വാങ്ങിയിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ പക്ഷേ പുതിയ ട്യൂബ് വാങ്ങണം. പഞ്ചർ അടിച്ചതിന് കാര്യമില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഇത് വെക്കാനാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം. നാളെ നമ്മൾ വേറെ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥിരം കണ്ടന്റ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്തേക്ക്. നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്ന കണ്ടന്റാണ് എൻ്റെ വെക്കേഷനും. അപ്പം നമ്മളിങ്ങനെ നാളെ അത് സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം എന്താണ് ആൻഷ്യൽ അവിടെ നിന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോകണം. സോ ഗൈസ് അപ്പോൾ ഇപ്പോൾ സൈക്കിൾ പഞ്ചറായത് ഇവിടെ വെച്ചിട്ട് നടന്നു പോകണം. ഗൈസ് വേർത്ത് വിളിച്ച് നടന്നു പോകണം. അപ്പോൾ നമ്മൾ പഞ്ചസാര വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് ഇന്ന് കുരിശിൻ്റെ വരി ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ കുരിശിൻ്റെ വരി വന്നിട്ട് പോയുള്ളൂ. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നേ. അപ്പോൾ എല്ലാവരും കണ്ടായിരുന്നു. സൈക്കിൾ ഒന്നിക്കൊണ്ട് പഞ്ചറായിട്ട് ഞാൻ സോ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. സോ ഗൈസ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. കിട്ടിയിട്ടുണ്ട്. മോണേഷ് കുമാർ മോണേഷ് കരാട്ടയൊക്കെ പഠിക്കാനാണ് അല്ലേ റയാനെ? പണ്ടത്തെ കരാട്ട എനിക്കറിയോ. കള്ളനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ നാളെ എടുക്കാൻ പോണ വീഡിയോ. അതിന്റെ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് അങ്ങനെ കാണിക്കല്ലേ? ഇപ്പൊ എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവും. അത് നീ കള. അപ്പൊ ആർക്കെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. നാളെ എന്താ നമ്മൾ ചെയ്യാൻ പോണേന്ന്. എല്ലാവർക്കും കത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോലൊക്കെ കാണുമ്പോ കുറച്ച് വള്ളി കെട്ട അവിടെ ഇരുന്നു. അരവള്ളി അതെന്താന്നറിയ നിനക്ക്? കളസത്തിന്റെ വള്ളിയായിട്ട് അവനെ കേട്ടാന്ന് ചുട്ടു പണ്ട് കെട്ടിക്കൊണ്ടിടക്ക LKG പഠിക്കുമ്പോ കെട്ടിക്കൊണ്ടിടക്ക നിക്കൽ പാടിക്ക്. ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാന് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയും ഉള്ളൂ. അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആദ്യം സൈക്കിൾ പണിയിട്ട് നന്നാക്കാൻ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ പഞ്ചറായി. പിന്നെയും തിരിച്ചു വന്നാൽ പഞ്ചറായി. പിന്നെ നമ്മൾ കൊണ്ടുപോയി നമുക്ക് മൂഞ്ചിപ്പോയി. ഞാൻ പറയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ലൈഫ്. ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ പോയിക്കൊണ്ട് സ്കൂളിലായാലും വീട്ടിലായാലും പുറത്തായാലും എവിടെയായാലും ഇങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതുകൊണ്ട് ട്യൂബ് മാറ്റണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ട്യൂബിനെ മാറ്റാം. ഇല്ലാണ്ട് മറ്റേ പഞ്ച പിടിച്ചിട്ട് കാര്യമില്ല ഗൈസ്. അത് നമുക്ക് ഉറപ്പായി ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് ചായ കുടിച്ച് പിന്നെന്താണ് ഗൈസ് അങ്ങനത്തെ കുറച്ച് പേരുണ്ടായി. പിന്നെ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി നടന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ എടുക്കുന്ന കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടി പോയി. വലിയ വെറൈറ്റി കണ്ടന്റ് നമ്മൾ എപ്പോഴും ചെയ്യാനാണ്. പക്ഷേ ഡിഫറെൻറ്റ് സ്പോട്ട് കിട്ടിയപ്പോൾ അവർ ചെയ്യാമെന്ന് ഓർത്ത്. സോ ഗൈസ് അപ്പോൾ ആ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. സോ ഗൈസ് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. സോ ഐ ഹോപ്പ് ഗൈസ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ ഗൈസ് ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം. അതുവരെ ബൈ.